Hi, welcome to Airling Castle Hotel. This is Mr. Gaurav Singh, our North Indian chef. We are Reshmi Kebab, chicken tandoor item. Normally, we have tandoor in microwave oven. That's why I introduce you. We have ginger garlic paste, cardamom powder, that is salt to taste, malli പിന്നെ കുറച്ച് കാഷ്യൂ പേസ്റ്റ് കശുവണ്ടി നല്ലവണ്ണം മിക്സിയിൽ ഇട്ടാണ് തൈര് എഗ് വൈറ്റ് പഫ് ചെയ്ത് നല്ലവണ്ണം പപ്പിച്ചെടുത്താണിത് പച്ചമുളക് കുറച്ച് ചീസ് ഗ്രേറ്റഡ് ചീസ് ദെൻ സം വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ ബോൺലെസ് ചിക്കൻ പീസസ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിൻ്റെ മിക്സിങ് തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന് നല്ലോണം മിക്സ് ചെയ്യുക ആവശ്യത്തിന് സാൾട്ട് ഇടുക കാഷ്യൂ പേസ്റ്റ് കശുവണ്ടി നല്ലവണ്ണം മിക്സിയിൽ പേസ്റ്റ് ചെയ്തതാണിത് തൈര് ചേർക്കുക അല്പം വൈറ്റ് പെപ്പർ പൗഡർ വളരെ കുറച്ച് മതി കുറച്ച് ഏലക്കാപ്പൊടി മല്ലിയില ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക കുറച്ച് ചീസ് ചേർക്കുക കീപ് ഇറ്റ് ഫോർ 5 minutes ശേഷം സാധാരണ തന്തൂർ പ്രോസസ്സാണ് ഈ കാണുന്നത് നമ്മൾ ഇത് തന്തൂരിൻ്റെ കമ്പിയിൽ സ്ക്വേഴ്സിൽ കുത്തിയാണ് സാധാരണ ചാർക്കോൾ കുക്ക്ഡാണ് ഇതാണ് തന്തൂർ ചാർക്കോൾ ബേസ്ഡ് ഫർണസാണിത് നിങ്ങൾ സാധാരണ ഇത് വീട്ടിൽ ചെയ്യുമ്പോഴും മൈക്രോവേവ് ഓവനിൽ ചെയ്യാം ഈസി ആയിട്ട് ചെയ്തെടുക്കാം സെയിം ഇതിൽ മസാല ഇടുക മൈക്രോവേവിൽ ടൈം സെറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്തു അതിനുശേഷം നമ്മളിതിനെ സ്ക്യൂവറിലേക്ക് മാറ്റി ഇതിനെ തന്തൂർ ഓവനിനുള്ളിലേക്ക് വയ്ക്കുകയാണ് തന്തൂർ ഓവനിലേക്ക് വയ്ക്കുന്നു അതിനുശേഷം ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വയ്ക്കുക നോർമലി ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കാര്യം തന്തൂറിലാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയമെടുക്കും മൈക്രോവേവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം സമയം വേണ്ട നമുക്ക് ടൈം സെറ്റ് ഒരു 3-4 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ കബാബ് ഏകദേശം കുക്കായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി ഇത് ഏകദേശം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് ചെയ്യാനുള്ളത് മുട്ടയുടെ വെള്ള പതിപ്പിക്കുക ഇതിൽ ഫിറ്റ് ചെയ്യണം നല്ലവണ്ണം മുട്ടയുടെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ നല്ലവണ്ണം പഫ് ചെയ്ത മുട്ടയുടെ വെള്ളയാണ് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്യും ചിക്കൻ നല്ലവണ്ണം ബ്രൗണായി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എഗ് വൈറ്റ് കുറച്ച് സമയം കൂടെ നമ്മൾ തന്തൂറിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ് ഓവനിനുള്ളിൽ കാരണം എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് ശരിക്കും അതിൽ ചൂടടിച്ചാൽ മാത്രമേ അത് സ്റ്റിക്കാവത്തുള്ളൂ അപ്പോൾ നമുക്കിതിന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ മുട്ടയുടെ വെള്ള നല്ല ബ്രൗൺ കളറായി നിങ്ങൾക്ക് കാണാൻ നല്ല മനോഹരമായ ഒരിതാണ് അപ്പോൾ നമുക്കിതിനെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് മൈക്രോവേവിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല ഇത് നമ്മൾ തന്തൂർ ഓവനിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ ഈ കമ്പിൽ സ്ക്യൂവറിൽ നിന്ന് ഇത് വിട്ട് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് രേഷ്മി കബാബ് ഇത് സാധാരണ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് സാധാരണ സ്റ്റാർട്ടറായിട്ട് കഴിക്കാം ചപ്പാത്തി അതുപോലെ റൊട്ടി നാൻ ഇതിൻ്റെ കൂടെ മെയിൻ കോഴ്സായിട്ടും കഴിക്കാം അപ്പോൾ ഇത് എല്ലാവരും മൈക്രോവേവ് ഓവനിൽ ട്രൈ ചെയ്യുക കാരണം തന്തൂർ എല്ലാവരുടെയും വീട്ടിലുണ്ടാകണമെന്നില്ല നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രേഷ്മി കബാബ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്ത് മൈക്രോവേവ് ഓവനിൽ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് കിട്ടാത്തവർ എയർലിംഗ് കാസിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ നല്ല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ നല്ലവണ്ണം സർവ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഹാപ്പിയാക്കി ഇവിടുന്ന് വിടുന്നതാണ്